ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവയെ കാണുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രിയായി തീരുമാനിക്കപ്പെട്ടതിനു ശേഷം വിവിധ നേതൃത്വങ്ങളെ, സാമുദായിക നേതാക്കളെ, പാർട്ടി നേതാക്കളെ അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബിഷപ്പ് ഹൗസിലെത്തി ക്ലീമിസ് ബാവയെ കാണുകയാണ്. ക്ലീമിസ് ബാവ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. മേഘന മുരളി വിവരങ്ങളുമായി ചേരുകയാണ്. മേഘന, സന്ദർശനം ഈ സത്യപ്രതിജ്ഞയ്ക്കടക്കം ക്ഷണിക്കുന്നത് ഉൾപ്പെടെയുള്ള അജണ്ടയായിരിക്കുമല്ലോ, എന്താണ് വിവരങ്ങൾ? കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അല്പസമയം മുന്നെയാണ് ഇവിടേക്ക് ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ക്ലീമിസ് കത്തോലിക്ക ബാവ ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കിരീടവും പുഷ്പവും ഒക്കെ കൊടുത്താണ് നിയുക്ത മുഖ്യമന്ത്രിയെ ഇപ്പോൾ ക്ലീമിസ് കത്തോലിക്ക ബാവ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഈ സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കുന്നു. അതിൻ്റെ ഒരുക്കങ്ങളടക്കം നടക്കുകയാണ്. അതിന് ഇടയിലാണ് നന്ദി അറിയിക്കാനും അനുഗ്രഹം വാങ്ങാനും ഒക്കെയായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ ഈ സഭാധ്യക്ഷൻ തന്നെ ഒരു പുഷ്പ കിരീടമൊക്കെ മുഖ്യമന്ത്രിക്ക് നൽകാൻ ഒരുങ്ങിയെങ്കിലും അത് അങ്ങനെ ഒരു കിരീടം ചൂടേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് കയ്യിലാണ് വാങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിൽ നേരത്തെ തന്നെ ഈ സർക്കാരിനെതിരെ അടക്കം മലങ്കര സുറിയാനി സഭ വലിയ നിലപാടുകൾ എടുത്തതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കാരണം PM ശ്രീ വിഷയത്തിലടക്കം സഭ ഒരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വി.ഡി. സതീശൻ മറ്റ് സഭാ അധ്യക്ഷന്മാരെയോ അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസിലോ ഒന്നും സന്ദർശിക്കുകയോ അല്ലെങ്കിൽ അത്തരം സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിനുശേഷം മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത ശേഷമാണ് ഇങ്ങനൊരു സന്ദർശനം നടത്തുന്നത്. അതിൽ ഒരു ക്ഷണമുണ്ടാകും. അത് നാളെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്ഷണമുണ്ടാകും. അതുപോലെ തന്നെ ഒരു കർമ്മം ഏറ്റെടുക്കാൻ പോകുന്നു, മുഖ്യമന്ത്രിയായി പദവി ഏറ്റെടുക്കാൻ പോകുന്നു. ആ സമയത്ത് അനുഗ്രഹം വാങ്ങുക, അതുപോലെ തന്നെ പിന്തുണ തേടുക എന്ന് തന്നെയായിരിക്കും ഈ ഒരു സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും എല്ലാവരുടെയും പിന്തുണ വേണമെന്നുള്ള കാര്യം വി.ഡി. സതീശൻ അഭ്യർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ സുറിയാനി സഭയുടെ നിലപാടെന്നത് അത് ജനഹിതമനുസരിച്ച് ജനങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് വോട്ട് ചെയ്യാം, ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറയില്ല എന്നുള്ള കാര്യമായിരുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഒരു നിലപാടെന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയം മുന്നെയാണ് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ഈ ബിഷപ്പ് ഹൗസിലേക്ക്, പട്ടത്തുള്ള ബിഷപ്പ് ഹൗസിലേക്ക് വി.ഡി. സതീശൻ എത്തിയത്. അതിനുശേഷം ഈ പൂമുഖത്ത് നിന്ന് തന്നെ ക്ലീമിസ് കത്തോലിക്ക ബാവ സ്വീകരിച്ചു. പിന്നീട് കൂടിക്കാഴ്ച, അത് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല, കൂടിക്കാഴ്ചയ്ക്കായി മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മലങ്കര സഭാസ്ഥാനത്ത് എത്തി കാതോലിക്ക ബാവയെ കാണുകയാണ്. ആ സന്ദർശനം തുടരുകയാണ്. നാളെ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെയാണ് ഈ സന്ദർശനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.